ചാനൽ. അപ്പൊ ഞങ്ങളുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ. പക്ഷെ അപ്പോഴൊന്നും അമ്മ അച്ഛനൊന്നും സമ്മതിച്ചില്ല തുടങ്ങാൻ. പിന്നെ ഞങ്ങൾ കുറെ ചോദിച്ചു, പിന്നെ അവര് സമ്മതിച്ചു. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ. എന്റെ പേര് നമ്രത, എന്റെ പേര് നക്ഷത്ര, എന്റെ പേര് നിലവ്. ഇവനാണ് ഞങ്ങളുടെ കുഞ്ഞു. ഇവന്റെ പേര് നാദ്. അയർലൻഡിലെ ഡബ്ലിൻ റഷിലാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ നാട് പത്തനംതിട്ടയാണ്. ഞങ്ങൾക്ക് 10 വയസ്സുണ്ട്. ഇപ്പൊ ഞങ്ങൾ 4ാം ക്ലാസ്സിലാണ്. ബേബി കറി വരുന്നത്, അതുകൊണ്ട് ഞങ്ങള് ബേബീനെ അച്ഛൻ്റെ അടുത്തോട്ട് കൊടുത്തു. ഞങ്ങളുടെ ചാനലിന്റെ പേരാണ് ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഞങ്ങൾക്ക് വോയിസ് ഓവർ ഒന്നും ചെയ്യാൻ അറിയത്തില്ല. അപ്പൊ ഞങ്ങളുടെ അമ്മ ഞങ്ങൾക്ക് വോയിസ് ഓവർ ചെയ്തു തരും. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ചിത്ര. എൻ്റെ കുട്ടികൾ പറഞ്ഞിട്ടാണ് ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്നത്. ഞങ്ങൾ ഇന്ന് പോകുന്നത് ഷീല പാലസ് എന്ന ഹോട്ടലിലേക്കാണ്. ഞങ്ങൾ താമസിക്കുന്ന റഷ്യയിൽ നിന്നും ഏകദേശം 1/2 മണിക്കൂറുണ്ട് ആ റെസ്റ്റോറൻറ്റിലേക്ക്. പുതിയതായി തുടങ്ങിയ ഷീല പാലസിൻ്റെ ലിഫി വാലിയിലെ ബ്രാഞ്ചിലേക്കാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. അവിടെ ബുഫേ ലഞ്ച് കഴിക്കാനാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. കുട്ടികൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാനും ഏട്ടനും അതുപോലെ തന്നെ എക്സൈറ്റഡ് ആണ്. കുറേ നാൾ കൂടിയാണ് ഒരു ഇന്ത്യൻ ഹോട്ടലിൽ പോയി ബുഫേ കഴിക്കുന്നത്. ഷീല പാലസിൻ്റെ എൻട്രൻസിൽ തന്നെ ഒരുപാട് ലൈറ്റ്സും നല്ലൊരു ആംബിയൻസാണ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഉച്ച സമയമായതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. ക്രിസ്മസ് ഡെക്കറേഷൻസൊക്കെ ഇപ്പോഴും അവിടെയുണ്ട്. ചെന്നപ്പോൾ തന്നെ ആദ്യം ഞങ്ങളുടെ കണ്ണുടക്കിയത് അവിടെ റെഡിയാക്കി വെച്ചിരുന്ന പാനിപ്പൂരിയിലേക്കാണ്. കുട്ടികളാണ് അത് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത്. അവർക്ക് വേറെ ഒന്നും വേണ്ടായിരുന്നു, അത് തന്നെ കഴിച്ചുകൊണ്ടിരുന്നു. നച്ചുവും നമ്രവും കണ്ണനും വേറെ ഒന്നും കഴിച്ചത് ഞാൻ കണ്ടില്ല. ഇവിടെ എത്തിയപ്പോൾ നാട്ടിൽ ചെന്നൊരു ഫീലാണ് എനിക്കുണ്ടായത്. നമ്മുടെ നാടൻ ഭക്ഷണം എത്ര കഴിച്ചാലും മതി വരില്ല. പിള്ളേർക്ക് ഡെസേർട്ട്സാണ് കൂടുതൽ ഇഷ്ടം. അവർ ആ സൈഡിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. ഞാനും ഏട്ടനും നാടൻ ഫുഡാണ് കഴിച്ചത്. നല്ല ലൈവ് കിച്ചണിലുണ്ടാക്കിയ പ്രോൺസ് ഫ്രൈയും ഫിഷ് ഫ്രൈയും മലായ് ചിക്കനും എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. ഞാൻ ഇടയ്ക്ക് എണീറ്റെങ്കിലും ചേച്ചിമാർ അവനെ മാനേജ് ചെയ്തതുകൊണ്ട് എനിക്കും ഏട്ടനും സ്വസ്ഥമായിരുന്നു ഫുഡ് കഴിക്കാൻ പറ്റി. എന്തെടുക്കണമെന്ന് കൺഫ്യൂഷൻ ഉള്ളത് കാരണം എല്ലാം ഞാൻ ഓരോ പ്ലേറ്റ് ചെയ്ത് എടുത്തു. അതവസാനം എനിക്ക് തന്നെ പണിയായി. കാരണം ഏട്ടൻ ദോശ ഓർഡർ ചെയ്ത് അതാണ് കഴിച്ചത്. പിള്ളേർ ഡെസേർട്ടും കഴിച്ച് അവരുടെ പാട് നോക്കിപ്പോയി. ലൈവ് കൗണ്ടറിൻ്റെ അടുത്തിരുന്ന് ഭക്ഷണം കഴിച്ചതുകൊണ്ട് എല്ലാം ലൈവായി ഉണ്ടാക്കുന്നത് കണ്ട് ആസ്വദിച്ച് കഴിക്കാൻ പറ്റി. കുട്ടികൾ ഭക്ഷണം കഴിച്ച് നേരെ ചെസ്സ് കളിക്കാൻ പോയി. ബേബിക്കുട്ടൻ അവരുടെ കൂടെ ഇരുന്ന് എൻജോയ് ചെയ്യുകയായിരുന്നു. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങി വീട്ടിലേക്കല്ല ഈ പോകുന്നത്. ആ എക്സൈറ്റ്മെൻറ്റ് കണ്ടാൽ അറിഞ്ഞൂടെ വേറെ എവിടേക്കോ പോവുകയാണെന്ന്. അതെ, ഞങ്ങൾ ഇനി പോകുന്നത് കിൽഡെയർ വില്ലേജിലേക്കാണ്. അവിടെ സെയിൽ തുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ ഷോപ്പിങ്ങിന് പോകുന്ന ഒരു വില്ലേജാണ് കിൽഡെയർ വില്ലേജ്. ഒരുമാതിരി എല്ലാ ബ്രാൻഡുകളുടെയും ബ്രാഞ്ചസ് കിൽഡെയർ വില്ലേജിലുണ്ട്. പുറത്ത് നന്നായി ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ സമയം വെറും 4:30 ആയിട്ടേ ഉള്ളൂ കേട്ടോ. വിൻ്റർ ടൈമിൽ ഇങ്ങനെയാണ് ഇവിടെ, നേരത്തെ രാത്രിയാകും. പക്ഷേ ഞങ്ങൾക്ക് ഈ ടൈം ഇഷ്ടമാണ്. കാരണം ലൈറ്റ്സും ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസും എല്ലാം കൊണ്ട് നല്ല ഭംഗിയാണ് എവിടെ നോക്കിയാലും. കിൽഡെയർ വില്ലേജിലെ ഡെക്കറേഷൻസും ഒട്ടും മോശമല്ല. 8 മണി വരെയാണ് ഷോപ്സ് ഇവിടെ ഉള്ളത്. അതിൻ്റെ ഒരു ടെൻഷൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്.
കാരണം ഒരു ഫുൾ ഡേ ഷോപ്പിംഗ് ചെയ്താലും തീരാത്തത്ര ഷോപ്സ് ഈ വില്ലേജിലുണ്ട്. ഇതിലെവിടെ കയറുമെന്നാണ് ഇപ്പം എൻ്റെ മനസ്സിൽ. എൻ്റെ കൂടെ വോയിസ് ഓവർ ചെയ്യാൻ ഇടയ്ക്ക് ബേബിക്കുട്ടനും വരുന്നുണ്ട് കേട്ടോ, നിങ്ങളത് കാര്യമാക്കണ്ട. പാർക്കിങ്ങിനൊന്നും ഇവിടെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. വില്ലേജിൻ്റെ ഫ്രണ്ടിൽ തന്നെ നല്ല വിശാലമായ പാർക്കിംഗ് സൗകര്യമുണ്ട്. അവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ ഉള്ള സമയം കൊണ്ട് ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി ഓടുകയാണെന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾ അമ്മയും മക്കളും കൂടെ ഭയങ്കര ഗൂഢാലോചനയാണ് എന്തൊക്കെ വാങ്ങണമെന്ന്. അച്ഛൻ സമ്മതിച്ചാൽ മാത്രമേ വാങ്ങാൻ പറ്റുകയുള്ളൂ. എന്നാലും ഞങ്ങൾ അച്ഛനെ മാക്സിമം സോപ്പിടും. എല്ലാ വർഷവും ക്രിസ്മസ് ടൈമിൽ ഇവിടെ സെയിൽ നടക്കാറുണ്ട്. ഞങ്ങൾ ആദ്യമായാണ് സെയിലിന് ഇവിടെ വരുന്നത്. ഇതിനു മുമ്പ് ഒരു തവണ വന്നിട്ടുണ്ട്, പക്ഷെ അത് സെയിൽ ടൈം അല്ലായിരുന്നു. നച്ചു അവിടെയുള്ള പേഴ്സുകളും ബാഗുകളുടെ എല്ലാം വില നോക്കി അമ്മ ഇതിനൊക്കെ 79 യൂറോയേ ഉള്ളൂ എന്ന് വന്ന് പറയുന്നുണ്ടായിരുന്നു. 79 യൂറോ എന്ന് പറഞ്ഞാൽ അവൾക്ക് നാട്ടിലെ 79 രൂപ പോലെയാണ്. അവക്കറിയില്ലല്ലോ ഇതിൻ്റെയൊക്കെ യഥാർത്ഥ വില എത്രയാണെന്ന്. സായിപ്പിനെ കണ്ടു കഴിഞ്ഞാൽ ഖവാത്ത് മറക്കുമെന്ന് പറഞ്ഞ പോലെ വീഡിയോ എടുക്കുന്ന കാര്യം ഞങ്ങൾ മറന്നുപോയി. ഷോപ്പുകൾ കണ്ടപ്പോൾ അതിൽ കയറി ഇറങ്ങുന്ന തിരക്കിലായി ഞങ്ങൾ. വീഡിയോ എടുത്ത് പുറകെ ഒരാൾ വരുന്നുണ്ടെന്ന കാര്യം പോലും ഞങ്ങൾ ഓർത്തില്ല. അടുത്തതായി ഞങ്ങൾ പോകുന്നതാണ് കുട്ടികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോട്ട്. ലിൻഡിൻ്റെ ഒരു ഔട്ട്ലെറ്റ് കിൽഡെയർ വില്ലേജിലുണ്ട്. അവിടെ പോകാനാണ് ശരിക്കും ഇവിടെ കിൽഡെയർ വില്ലേജിൽ വരണമെന്ന് ഇവർ ഏറ്റവും വാശി പിടിച്ചത്. അവിടുന്ന് കടകളിൽ കിട്ടാത്ത വെറൈറ്റി ലിൻഡ് ചോക്ലേറ്റ് മേടിക്കാനാണ് അവരുടെ പ്ലാൻ. അതുപോലെ അവിടുത്തെ ഹോട്ട് ചോക്ലേറ്റിൻ്റെ പൗഡറും അവരുടെ ഫേവറേറ്റ് ആണ്. എല്ലാം വാങ്ങാൻ നല്ലൊരു നീണ്ട ക്യൂ തന്നെയുണ്ട്. എത്ര ക്യൂ നിന്നാലും അവർ വാങ്ങിക്കേണ്ടതെല്ലാം വാങ്ങിച്ചിട്ടേ വരൂ എന്ന ഒറ്റ വാശിയിലായിരുന്നു. ഹോട്ട് ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞെങ്കിലും അവിടെ ഹോട്ട് ചോക്ലേറ്റ് മെഷീൻ വർക്ക് ചെയ്യാഞ്ഞത് കാരണം മിൽക്ക് ഷേക്കിൽ ഒതുക്കേണ്ടി വന്നു. പക്ഷെ അതും നല്ല ടേസ്റ്റി ആയിരുന്നു. അങ്ങനെ നല്ലൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസുമായി ഒരു ദിവസം അവസാനിച്ചു. ഞങ്ങൾ എല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു. കുട്ടികളാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത്. ഗായ്സ്, എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് വീഡിയോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.